ഹലോ, ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിൽ നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് കടുക് പേസ്റ്റ് ആക്കിയത്, പിന്നെ കസ്കസ്, അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് എരിവിന് വേണ്ടി ചെറിയ കാന്താരി മുളക്, ഇതെല്ലാം ചതച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്ക് മസാലയൊക്കെ നമ്മുടെ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ച് പോകാറുണ്ട്. അതിന് വേണ്ടി ഇതിൽ കുറച്ച് കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർക്കാം. അതും കുറച്ച് ചേർത്ത്, പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ കടലമാവ് ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണോളം കടലമാവ്. പിന്നെ ലെമൺ ജ്യൂസ് ചെറിയൊരു 1 ടീസ്പൂൺ. എല്ലാ മെഷർമെൻറ്റ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം കേട്ടോ. ഇതെല്ലാം കൂടെ കുഴച്ച് പേസ്റ്റാക്കി അതിൽ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇച്ചിരി ഒരു ഇതിന് വേണ്ടി മാത്രം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇച്ചിരി വെള്ളവും ചേർത്ത് ഈ മസാല ആദ്യം ഒന്ന് തയ്യാറാക്കി വെക്കാം. അടിച്ച് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് കോൺഫ്ലവർ, പിന്നെ കടലമാവ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഫിഷ് ഫ്രൈക്ക്. പിന്നെ സ്പെഷ്യലായിട്ടിനകത്ത് കസൂരി മേത്തി എന്ന് വെച്ചാൽ ഉലുവയില ഉണക്കിയത്, അതില്ലെങ്കിൽ നിങ്ങൾ ഉലുവ പൊടിച്ചത് ചേർത്താലും മതി കേട്ടോ. പിന്നെ ലെമൺ ജ്യൂസ് കുറച്ച്. കസൂരി മേത്തിയൊക്കെ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും, ഭയങ്കര ഒരു നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈനേക്കാട്ടും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സാക്കി ഫിഷിൽ തേച്ച് പിടിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണം എടുക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടേസ്റ്റിനായിട്ട് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും എണ്ണയിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്ക് ഫിഷ് നന്നായിട്ട് 2 പുറവും ഫ്രൈ ചെയ്തെടുക്കാം. ഏത് ഫിഷ് വേണമെങ്കിലും ഇതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ന ഫിഷൊന്നുമില്ല, ഏത് ഫിഷിലും ഈ മസാല ചേർത്ത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ആ ഒരു സാധാരണ നമ്മൾ മീൻ വറക്കുന്നതിലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ നല്ലൊരു ടേസ്റ്റ്, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും കൂടി വരും കസൂരി മേത്തിയൊക്കെ ചേർക്കുമ്പം, കടലമാവൊക്കെ ചേർക്കുമ്പോൾ. അപ്പം നന്നായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ലൊരു മസാലയാണ്. 2 പുറവും തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പം മീൻ നന്നായിട്ട് വറുത്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.